ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് തമിഴ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 8 തമിഴ് ഗ്രാൻഡ് ലോഞ്ചിങ് എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആ 18 പേർ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ആരൊക്കെയാണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? എല്ലാം പറയാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് എല്ലാം കൊണ്ട് ഒരു നല്ലൊരു ദിവസം കൂടിയാണ് അല്ലേ? ഒക്ടോബർ 6 എന്ന് പറയുന്നത് പറയാൻ കാരണമുണ്ട്. ഇന്ന് ഹിന്ദി ബിഗ് ബോസ്, തമിഴ് ബിഗ് ബോസ്, മറാത്തി ബിഗ് ബോസ് എല്ലാം തുടങ്ങുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് പറയുന്നത്. അതാണ് സംഗമരാവ് എന്ന് പറയാൻ കാരണം. ഇന്ന് ഹിന്ദി ബിഗ് ബോസും മറാത്തി ബിഗ് ബോസും ഒക്കെ അവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഇന്നത്തെ ഗ്രാൻഡ് ലോഞ്ചിങ് എപ്പിസോഡിനാണ്. തമിഴ് ബിഗ് ബോസ് സീസൺ 8 ഗ്രാൻഡ് ലോഞ്ചിങ് എപ്പിസോഡിന് വേണ്ടിയാണ് അല്ലേ? അപ്പോൾ ഫൈനലി കണ്ടസ്റ്റൻസിൻ്റെ പേര് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാന പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് അതിലേക്ക് വരാം. ഓക്കെ, ഇന്ന് നമുക്ക് ആദ്യം കാണാനായിട്ട് സാധിക്കുക നമ്മുടെ പുതിയ ഹോസ്റ്റായ നമ്മുടെ വിജയ് സേതുപതി അണ്ണൻ്റെ മാസ് എൻട്രി തന്നെയാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുക. കൂടാതെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇന്ന് അവർ കോർത്തിണക്കിയിട്ടുണ്ട്. പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, സ്കിറ്റുണ്ട്, എല്ലാം കൂടിയുള്ളൊരു ആഘോഷരാവ് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ ഇനി ഏതാനും 5 മണിക്കൂറുകൾ മാത്രം ശേഷിക്കും. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, ആ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പുതിയൊരു അതായത് 18 പേരെ നമുക്ക് പരിചയപ്പെടണ്ടേ? ബിഗ് ബോസ് വീട്ടിൽ കയറിയ 18 പേരെ ഒന്ന് നോക്കാം അല്ലേ? 100% ഉറപ്പായ കണ്ടസ്റ്റൻസ് തന്നെയാണ്. എന്നാലും കുറച്ച് ആൾക്കാർ ഇതിൽ കൺഫേം ആവാത്ത ആൾക്കാരുടെ പേരുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് വരാൻ സാധ്യതയുള്ളവർ തന്നെയാണ്. ഓക്കെ, എന്നാലും നമുക്ക് നോക്കാം. ആ 18 പേരെ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഒന്നാമത്തെ പേര് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പേരാണ്. സീരിയലിലൂടെ എല്ലാ സുപരിചിതമായ ഒരു വ്യക്തിയാണ്, ആക്ടറാണ്. എല്ലാം നമ്മൾ മലയാള സീരിയലിലൊക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അൻഷിത അഞ്ചി. കൂടാതെ സീരിയലിലെ ആക്ടറാണ് അൻഷിത അഞ്ചി. 100% കൺഫേം ആണ്, വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, രണ്ടാമത്തെ വ്യക്തി നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പാരിജാത സീരിയലിലെ ആൻറ്റിയമ്മ എന്ന് പറഞ്ഞാലാണ് അറിയുക. അപ്പോൾ ഒറിജിനൽ പേര് ഐശ്വര്യ എന്നാണ്. സിനിമയിലായാലും സീരിയൽ രംഗത്തായാലും നല്ലൊരു ആക്റ്റീവായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഐശ്വര്യ എന്ന് പറയുന്നത്. അപ്പോൾ ഐശ്വര്യം വരാൻ സാധ്യതയുണ്ട്, 100% ഉറപ്പാണ്. ഓക്കെ, അടുത്തത് ഒരു ആക്ടറാണ്, മോഡലാണ്, എല്ലാം ആണ്, യൂട്യൂബറാണ്, എല്ലാം സോഷ്യൽ മീഡിയസിലൊക്കെ ആക്റ്റീവുള്ള ഒരു വ്യക്തി കൂടിയാണ്. സുനിത ഗോഗോ എന്നാണ് പേര് വരുന്നത്. ഈ പുള്ളിക്കാരിയും ഇന്ന് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് വരുന്ന ലിസ്റ്റ് പ്രകാരം. ഈ വ്യക്തിയും കൂടി ഈ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് 100% ഉറപ്പാണ്. ഓക്കെ, അടുത്തത് ഒരു ആക്ടറാണ്, സീരിയലിലൊക്കെ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അർണവിനെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. തമിഴ് സീരിയലിലൊക്കെ നായകനായിട്ടും എല്ലാം ഉള്ളൊരു അതായത് ഒരു ആക്ടറാണ്. എല്ലാത്തിനുപരി നല്ലൊരു വ്യക്തി കൂടിയാണ് അർണവ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇന്ന് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഓക്കെ, അടുത്ത് ഒരു ഡയറക്ടറാണ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയസിൽ ആക്റ്റീവാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വ്യക്തി കൂടിയാണ് ട്രിച്ചി ശരവണകുമാർ എന്നാണ് പേര് വരുന്നത്. 100% ഉറപ്പാണ്, ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അടുത്തത് ഒരു നടിയാണ്. ഈ നടിയെ ആർക്കും അത്ര പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ല, എങ്കിലും നമുക്ക് ഈ നടി സോഷ്യൽ മീഡിയസിലൂടെയൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. സൗന്ദര്യ നഞ്ജുത്ത് എന്നാണ് പേര് വരുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരിയും ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ സീരിയലിലൊക്കെ കണ്ടിട്ടുള്ള ഒരു അതായത് സീരിയലിലും സിനിമയിലൊക്കെ ഉള്ളൊരു വ്യക്തി കൂടിയാണ്. നമ്മുടെ മഹാരാജ സിനിമയിൽ നമ്മുടെ വിജയ് സേതുപതി അണ്ണൻ്റെ മകളായിട്ട് അഭിനയിച്ച ഒരു വ്യക്തി കൂടിയാണ്. തർഷിക എന്നാണ് പേര് വരുന്നത്. ഈ പുള്ളിക്കാരിയും ഇന്ന് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന വ്യക്തിയാണ്, ആക്ടറാണ്, മോഡലാണ്, സോഷ്യൽ മീഡിയസിലൊക്കെ ആക്റ്റീവുള്ള ഒരു വ്യക്തി കൂടിയാണ്. ദർശ ഗുപ്ത എന്നാണ് പേര് വരുന്നത്. അപ്പോൾ ഈ വ്യക്തിയും ബിഗ് ബോസ് വീടിനകത്തേക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് നമുക്കെല്ലാവർക്കും അറിയുന്ന വ്യക്തി കൂടിയാണ്, നമ്മുടെ മലയാള സീരിയലിലായാലും തമിഴ് സീരിയലിലായാലും സിനിമയിലായാലും എല്ലാം അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷാരിൻ സോയ എന്നാണ് പേര് വരുന്നത്.
എന്തായാലും ഈ പുള്ളിക്കാരിയും ഇപ്പോൾ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഉള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം വരുമോ ഇല്ലയോ എന്നുള്ളത്. അടുത്തത് എല്ലാ സോഷ്യൽ മീഡിയാസിലും പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കോമഡിയനാണ്, ആക്ടറാണ്, എല്ലാത്തിലുപരി നല്ലൊരു മനസ്സിനുടമയാണ്. പാൾ ഡപ്പ എന്നാണ് പേര് വരുന്നത്. അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് VJ വിശാൽ. ആക്ടറാണ്, സോഷ്യൽ മീഡിയാസിലൊക്കെ ആക്റ്റീവുള്ള ഒരു വ്യക്തിയാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. VJ വിശാലിനെ അറിയാത്തവരാരും ഉണ്ടാകില്ല. ഓക്കെ, അടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത് ഒരു മോഡലിംഗ് ആണ്, ആക്ടറാണ്, എല്ലാത്തിനുപരി നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്, സോഷ്യൽ മീഡിയാസിലൊക്കെ ആക്റ്റീവുള്ള ഒരു വ്യക്തിയാണ്. VJ ജാക്കുലി എന്നാണ് പേര് വരുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരി ഇന്ന് ബിഗ് ബോസ് വീടിനകത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. എന്നാൽ നമുക്ക് നോക്കാം. അടുത്തും ഒരു സോഷ്യൽ മീഡിയാസിലൊക്കെ ആക്റ്റീവുള്ളൊരു വ്യക്തിയാണ്, ഒരു ആക്ടറാണ്, എല്ലാത്തിനുപരി നല്ലൊരു മനസ്സിൻ്റെ ഉടമ കൂടിയാണ്. അരുൺ പ്രശാന്ത് എന്നാണ് പേര് വരുന്നത്. അപ്പോൾ അരുൺ പ്രശാന്തിനെ അറിയാത്തവർ ആരും ഉണ്ടാകില്ല. എങ്കിൽ നമുക്ക് നോക്കാം ഈ വ്യക്തി വരുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും 100% ഉറപ്പായിട്ടില്ല, എങ്കിലും നമുക്ക് നോക്കാം അല്ലേ. എന്തായാലും ഞാൻ പറഞ്ഞ കുറച്ച് പേരെങ്കിലും വരാൻ സാധ്യതകൾ കാണുന്നുണ്ട്. എന്നാലും ഈ ബിഗ് ബോസ് വീടിനകത്തേക്ക് ഇവരൊക്കെ കയറിയിട്ടുണ്ടെന്നുള്ള ഒരു ലിസ്റ്റിൽ പ്രകാരമാണ് ഞാൻ ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അടുത്തത് വ്യക്തി എന്ന് പറയുന്നത് സന്തോഷ് പ്രതാപാണ്. നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി ആക്ടറാണ്, കൊമേഡിയനാണ്, എല്ലാത്തിനുപരി നല്ലൊരു മനസ്സിലുടമയാണ്, സോഷ്യൽ മീഡിയസിലുള്ള ആക്റ്റീവായിട്ടുള്ള ഒരാൾ കൂടിയാണ് സന്തോഷ് പ്രതാപ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ അത്ര പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് ഗോകുൽനാഥിനെ മലയാളികൾക്ക് അത്ര പരിചയം ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ തമിഴ്നാട്ടുകാർക്കൊക്കെ പരിചയം കാണുമായിരിക്കും. ഗോകുൽനാഥിന് ഒരുപാട് സോഷ്യൽ മീഡിയസിലൊക്കെ ആക്റ്റീവുള്ള ഒരു വ്യക്തി കൂടിയാണ് ഗോകുൽനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് വരാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയസിലൊക്കെ പ്രചരിക്കുന്ന ഒരു പേര് കൂടിയാണ് ഫാറ്റ്മാൻ എന്നാണ് പേര് വരുന്നത്. ഫാറ്റ്മാനും വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. അടുത്തത് ആക്ടറാണ്, മോഡലാണ്, സോഷ്യൽ മീഡിയസിലൊക്കെ ആക്റ്റീവുള്ള ഒരു വ്യക്തിയാണ് പവിത്ര എന്ന് പറയുന്ന വ്യക്തിയാണ്. പവിത്ര അത്ര അറിയാൻ സാധ്യതയില്ല, എങ്കിലും നോക്കാം. മലയാളികൾക്ക് അത്ര സുപരിചിതമാവാൻ സാധ്യതയില്ല ഒരു പവിത്ര എന്ന വ്യക്തി. എന്നാൽ നമുക്ക് നോക്കാം അല്ലേ. അടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ സിനിമയിൽ വില്ലൻ ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമ്മൾ രാജമാണിക്യത്തിലുണ്ട്, ലോകനാഥ IAS എന്ന സിനിമയിലുണ്ട്, ഒരുപാട് സിനിമയിൽ, തമിഴ് സിനിമയിൽ, മലയാള സിനിമയിൽ വില്ലൻ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രഞ്ജിത്ത് എന്ന് പറയുന്നത്. രഞ്ജിത്തിനെ എല്ലാവർക്കും അറിയാം, മലയാളികൾക്കറിയാം, അതുപോലെ തന്നെ നമ്മുടെ തമിഴ് കണ്ടസ്റ്റൻസിന് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി. അടുത്തതായി വരാൻ പോകുന്ന ഒരു ആക്ടറാണ് കൂടെ സോഷ്യൽ മീഡിയസിലൊക്കെ ആക്റ്റീവുള്ള ഒരു വ്യക്തിയാണ് ദീപക് ദിനകർ എന്നാണ് പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത്. ഉറപ്പില്ല, എന്തായാലും നമുക്ക് നോക്കാം ഈ പറയുന്ന പേര് വരുമോ എന്നുള്ളതൊക്കെ. അത്രയുള്ളൊരു പ്രസക്തിയൊന്നുമില്ല, എങ്കിലും നമുക്കൊരു പറയാൻ പറ്റുന്ന ഒരു പേര് കൂടിയാണ്. ഒരു ആക്ടറാണ്, മോഡലാണ്, സോഷ്യൽ മീഡിയസിലൊക്കെ ആക്റ്റീവ് ഉണ്ട്, എങ്കിലും വരുമോ എന്നും അറിയില്ല. നമുക്കെന്തായാലും നോക്കാം. സഞ്ജന എന്നാണ് പേര് വരുന്നത്. നമ്മളൊക്കെ കണ്ടിട്ടുള്ള സഞ്ജനയെ എല്ലാവർക്കും അറിയാവുന്നൊരു ആൾ കൂടി ആയിരിക്കും അല്ലേ. പൊതുവെ എല്ലാവർക്കും അറിയുന്നവരായിരിക്കും, അതായത് സോഷ്യൽ മീഡിയസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയുന്ന പേരായിരിക്കും സഞ്ജന എന്നുള്ള പേര്. അപ്പോൾ ഈ പുള്ളിക്കാരിയും ബിഗ് ബോസ് വീട്ടിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടെന്നുള്ളതും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് നോക്കാം. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നിങ്ങളുടെ സ്വന്തം വിജയ് TV-യിലും കൂടാതെ 24/7 Disney+ ഹോട്ട്സ്റ്റാറിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഗ്രാൻഡ് ലോഞ്ചിങ് എപ്പിസോഡ് തുടങ്ങാൻ പോവുകയാണ്. കണ്ടസ്റ്റൻസ് റെഡി, ഹോസ്റ്റ് റെഡി, നിങ്ങൾ റെഡിയാ എങ്കിൽ ഞാനും റെഡി. ഇനി നമുക്ക് തുടങ്ങാം. ആട്ടം പുതുസ് ആളും പുതുസ് നമുക്ക് നോക്കാം. ഇനി ഇവിടുന്ന് മുതൽ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയോടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയാണ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ ചെയ്തിട്ട് തുടർന്ന് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ആട്ടം പുതുസ് ആളും പുതുസ്. അപ്പോൾ നമുക്ക് അവിടെ കാണാം. അപ്പോൾ നിങ്ങൾ തുടരൂ, ഞാൻ പോയി വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.